PSC സഹചാരിയിലേക്ക് സ്വാഗതം. പ്യൂൺ, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ ഈ പോസ്റ്റിലേക്ക് നടന്നിട്ടുള്ള 10th പ്രിലിംസിൻ്റെ എക്സാം അതിൻ്റെ റിസൾട്ട് വന്നു. ഇപ്പോൾ മെയിൻസ് എക്സാം ജൂണിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിലേക്കുള്ള വേക്കൻസിയാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ 696 2023. ഇതിൻ്റെ മെയിൻസ് ഡേറ്റ് ജൂൺ 25 ബുധനാഴ്ചയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ലീവൊക്കെ എടുക്കേണ്ടവർ അതൊക്കെ പ്ലാൻ ചെയ്യുക. പിന്നെ ഹാൾ ടിക്കറ്റ് ജൂൺ 11 ആകുമ്പോഴേക്കും വരും. പിന്നെ നിലവിലെ വേക്കൻസി 5 ആണ്. അത് കണ്ടിട്ട് ആരും ഭയപ്പെടേണ്ട, ചിലപ്പം വീണ്ടും വേക്കൻസി വരാം. ഓക്കെ, ഇനിയും കൂടാം, അല്ലെങ്കിൽ 3 ഇയർ ലിസ്റ്റ് ആയിരിക്കും ഇത്. അപ്പം പ്രതീക്ഷയോടുകൂടി തന്നെ പരീക്ഷകളെല്ലാം എഴുതുക. വേക്കൻസി കണ്ടിട്ട് ആരും പിറകോട്ട് നിൽക്കരുത്. പിന്നെ ഇതൊരു സ്റ്റേറ്റ് വൈഡ് റാങ്ക് ലിസ്റ്റാണ്. കേരളം മൊത്തത്തിൽ ഒരു റാങ്ക് ലിസ്റ്റാണ്. ഓരോ ജില്ലയ്ക്കും വേറെ വേറെയല്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സിലബസ് ആണ്. അപ്പം ഈ സിലബസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് LGS ലെവലിലുള്ള സിലബസ് ആണ്. അതായത് ഇംഗ്ലീഷും മലയാളവും ഇല്ല, പകരം മാത്സ് 20 മാർക്കാണുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ കൂടെ തന്നെ നടന്നിട്ടുള്ള പരീക്ഷയാണ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് 10th പ്രിലിംസിലെ. അതിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ സിലബസ് അറിയുന്നത് LDC ലെവലാണ്. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കും, ചിലരെങ്കിലും ചിലപ്പം തെറ്റിദ്ധരിക്കും ഈ പ്യൂണിൻ്റെതും അത് തന്നെയായിരിക്കാം, LDC ലെവലിൽ സിലബസ് തന്നെയായിരിക്കാം എന്നുള്ളത്. അപ്പം അങ്ങനെയല്ല, LGS ലെവലാണ്. ഇംഗ്ലീഷും മലയാളം നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല ഇതിന് വേണ്ടിയിട്ട്. ബാക്കി സബ്ജക്റ്റൊക്കെ ഫോക്കസ് ചെയ്യുക, പ്രത്യേകിച്ച് മാത്സും ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ കട്ട് ഓഫൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലോങ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. 72.4 ആയിരുന്നു. യോഗ്യത നേടിയവർ മൊത്തത്തിൽ 37,000 പേരാണ്. ഓക്കെ, 37,104. അപ്പം ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടി തന്നെ പഠിക്കുക, എന്നാലേ ഉള്ളൂ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിലെങ്കിലും ഇടം പിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് ചിലപ്പം എണ്ണം വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മളൊരു ചിലപ്പം റാങ്ക് ലിസ്റ്റിൽ ബാക്കിലായാലും അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലായാലും ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലെ ടോപ്പിലുള്ള ആൾക്കാരൊക്കെ ഈ LDC ഇതുപോലത്തെ വേറെ റാങ്ക് ലിസ്റ്റിലുള്ളവരും അവർ ആ ജോലിക്ക് പോകുമ്പം ഈ ജോലിയിൽ മുമ്പിലുള്ളവരൊക്കെ ആ ജോലി വേണ്ട എന്ന് പറയുകയും പിറകിലുള്ളവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ റൊട്ടേഷൻ വഴി കൂടുതൽ പിറകിലുള്ളവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ 3 വർഷത്തെ ലിസ്റ്റാണ്. അപ്പോൾ വീണ്ടും ചിലപ്പം വേക്കൻസി നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കിട്ടാം. ഓക്കെ, ഇതൊക്കെ ഭാഗ്യത്തിൻ്റെ ഒരു കളിയാണ്. ഓക്കെ, നമ്മൾ ജോലി മാക്സിമം എത്രയും മുമ്പിൽ റാങ്കിൽ എത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. പിന്നെ നമ്മുടെ ഭാഗ്യം കൂടി ഇതിനെ തുണയ്ക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് ജോലി കിട്ടാൻ സാധ്യത ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും നല്ലതായി പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.